Hi friends, welcome to another episode of English Medium. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇഡിയംസിൻ്റെ ഒരു മാരത്തോണാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡി എന്ന ലെറ്ററിൻ്റെ ഒരു അവശേഷിക്കുന്ന ഒരു 4-5 ഇഡിയംസ് ആണ്. അതിനു മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. മലയാളത്തിൽ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഇംഗ്ലീഷ് എന്താണെന്നുള്ളത് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറയാം. അപ്പോൾ നമുക്ക് നോക്കാം ഡി എന്ന ലെറ്ററിലെ ഇഡിയംസ് ആണ്. ആദ്യമായി പറയാൻ പോകുന്നത് ഡ്രിങ്ക് ലൈക്ക് എ ഫിഷ്. ഡ്രിങ്ക് ലൈക്ക് എ ഫിഷ് എന്ന് പറഞ്ഞാൽ മീനിങ് ഓഫ് ഡ്രിങ്ക് ലൈക്ക് എ ഫിഷ് എന്ന് പറയുന്നത് ടു ഡ്രിങ്ക് വാട്ടർ ഹെവിലി. ടു ഡ്രിങ്ക് വാട്ടർ ഹെവിലി, വളരെ ധാരാളമായി വെള്ളം കുടിക്കുന്നതിനാണ് ഡ്രിങ്ക് ലൈക്ക് എ ഫിഷ് എന്ന് പറയുന്നത്. സോ ഇനി നമ്മുടെ ക്ലാസ്സിൽ ഇംഗ്ലീഷും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യും. നമ്മൾ പരിപൂർണമായി മലയാളം ആയിരിക്കില്ല, ഇംഗ്ലീഷും കൂടെ നമ്മുടെ ഒരു പ്രസന്റേഷനിൽ വരുന്നുണ്ട്. ഒരു ബൈലിംഗ്വൽ മെത്തേഡ് ആയിരിക്കും. രണ്ട് ദ്വിഭാഷ, രണ്ടും ഇംഗ്ലീഷിലും മലയാളത്തിലും ആയിരിക്കും ക്ലാസ്. അപ്പോൾ പൊതുവേ നമ്മുടെ ഒരു ക്ലാസ് കൊണ്ട് ഒരു ഗുണം ഗ്രാമർ നമുക്ക് പഠിക്കാം, പക്ഷെ അതോടൊപ്പം ലാംഗ്വേജിലും കൂടെ നമുക്കൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പം ആഫ്റ്റർ ഓൾ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ലാംഗ്വേജിലും കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് തോന്നണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി വി ആർ ഗോയിങ് ടു ഫോക്കസ് ഇൻകോർപ്പറേറ്റ് ലാംഗ്വേജ് ഓൾസോ ഇൻ ടു അവർ ക്ലാസ്. അപ്പോൾ രണ്ടും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഡ്രിങ്ക് ലൈക്ക് എ ഫിഷ് ഈസ് അവർ ഫസ്റ്റ് ഇഡിയം. Drink like a fish means nothing to drink water heavily. Okay. Second one is drive someone up the wall. Drive someone up the wall means something like driving means it's not a driving actually. അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയെ ചുമരോളം ദ്രോഹിക്കുക അല്ലെങ്കിൽ ചുമരോളം ചേർത്ത് നിർത്തുന്ന രീതിയിലുള്ള പീഡിപ്പിക്കുക അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യുക, വെറുപ്പിക്കുക എന്നുള്ള ഒരു സംഗതിയാണ്. മേ ബി ചുമരോളം നമുക്ക് ദേഷ്യം വരും, നമ്മൾ ചുമരിന് ഒരു ഇടിയേക്ക് കൊടുക്കും അല്ലേ. അപ്പൊ അതായിരിക്കാം ഉദ്ദേശിക്കുന്നത്. ഡ്രൈവ് സംവൺ അപ്പ് ദ വാൾ, ടു ഡ്രൈവ് ഓർ ടു ഇറിറ്റേറ്റ് എ പേഴ്സൺ വെരി മച്ച്. അതാണ് എൻ്റെ കറക്റ്റ് എൻ്റെ മീനിങ്. സോ ഡ്രൈവ് സംവൺ അപ്പ് ദ വാൾ മീൻസ് ടു ഇറിറ്റേറ്റ് എ പേഴ്സൺ വെരി മച്ച്. മൂന്നാമത്തത് പറയുന്നത് ഡ്രോപ്പിംഗ് ലൈക്ക് ഫ്ലൈസ്. ഡ്രോപ്പിംഗ് ലൈക്ക് ഫ്ലൈസ്. സോ ഇപ്പോൾ പ്രസന്റ് സിറ്റുവേഷൻ തന്നെ നമുക്ക് ഉദാഹരണം എടുക്കാം. ഇപ്പോൾ ഇതൊരു അവസ്ഥ അല്ലേ, നമുക്കറിയാം COVID-19 ഓരോ ഭാഗത്തും പിടിമുറുക്കിയിരിക്കുന്നു. എൻ്റെ നാട്ടിലും പിടിമുറുക്കിയിട്ടുണ്ട്, ട്രിവാൻഡ്രത്ത് തലസ്ഥാനത്തും അതുപോലെ തന്നെയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടാവുമ്പോൾ അത് നന്നായി കൂടിയതിന് ശേഷം ഇറ്റ് സ്റ്റാർട്ട്സ് ടു ഡ്രോപ്പ് ലൈക്ക് ഫ്ലൈസ് അല്ലേ. ഞാൻ ഈ ആക്ഷൻ തന്നെ മനസ്സിലാക്കാം, കുറഞ്ഞ് വരും എന്നുള്ളതാണ്. സോ ഡ്രോപ്പിംഗ് ലൈക്ക് ഫ്ലൈസ് മീൻസ് ഡിക്രീസ് ഇൻ നമ്പർ. ഡിക്രീസ് ഇൻ നമ്പർ അല്ലെ. നമ്മളൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ആമ്പാറ്റകളൊക്കെ പൊടിഞ്ഞ് കാണാറില്ലേ, ധാരാളം ഫ്ലൈസ്, എവിടെ നോക്കിയാലും ഫ്ലൈസ് ആയിരിക്കും. പക്ഷെ അതിനൊരു സമയം, ഒരു സ്പാൻ ഓഫ് ടൈം ഉണ്ട്. ഒരു 15 മിനിറ്റ്സ് 20 മിനിറ്റ്സിന് ശേഷം നമുക്ക് അതിന്റെ എണ്ണം കുറഞ്ഞു വന്ന് പിന്നെ എവിടെയും കാണാതിരിക്കും, പിന്നെ ഫുള്ള് ചിറക് മാത്രമായിരിക്കും. ദാറ്റ് ഈസ് ഡ്രോപ്പിംഗ് ലൈക്ക് ഫ്ലൈസ്, ഡിക്രീസിങ് ഇൻ നമ്പർ എന്നാണ് ഇതിന്റെ യൂസേജ്. നാലാമത്തെ ഡീല് വരുന്ന ഇഡിയമാണ് ഡ്രൈ റൺ. ഡ്രൈ റൺ. Dry run means nothing. If you have a sports competition or any event to participate, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്പോർട്സ് കോമ്പറ്റീഷൻ വരുന്നുണ്ട്, ഒരു ഇവന്റ് ഉണ്ട്, അതിൽ പങ്കെടുക്കണം. സോ അതിനു വേണ്ടി നിങ്ങൾ വാട്ട് യു വിൽ ഡു, യു വോണ്ട് ഗോ ഡയറക്ട്ലി ആൻഡ് പാർട്ടിസിപ്പേറ്റ്. നോ, നമ്മൾ നേരെ പോയിട്ട് പങ്കെടുക്കില്ലല്ലോ. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, ഒരാഴ്ച 2 ആഴ്ച മുമ്പ് തന്നെ നമ്മൾ ഒരു ഡ്രൈ റൺ തുടങ്ങും. വാട്ട് ഇസ് ഡ്രൈ റൺ ദെൻ? അറിയാം, റിഹേഴ്സൽ സ്റ്റാർട്ട് ചെയ്യും. സോ റിഹേഴ്സൽ എന്ന് പറയുന്ന ഇഡിയമാണ് ഡ്രൈ റൺ. ഡ്രൈ റൺ മീൻസ് റിഹേഴ്സൽ. സോ ഇതോടെ ഡി എന്ന ലെറ്ററിലുള്ള ഇഡിയം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ലെറ്റർ ഇ ആണ്. സോ ഇ എന്ന ലെറ്ററിൽ തുടങ്ങുന്ന ഇഡിയംസിലേക്ക് പോവാം. ഇ എന്ന ഇഡിയമിൽ പറയുന്നതാണ് ഈറ്റ് ഹംബിൾ പൈ. ഈറ്റ് ഹംബിൾ പൈ. ഈറ്റ് ഹംബിൾ പൈ മീൻസ് ടു ബിക്കം ഹംബിൾ ആഫ്റ്റർ എ ഡിഫീറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഒരു തോൽവിക്ക് ശേഷം വളരെ വിനയനായിട്ട് ഭാവിക്കുക, അതിനാണ് ഈറ്റ് ഹംബിൾ പൈ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഉദാഹരണം യോദ്ധ സിനിമ എടുക്കുകയാണെങ്കിൽ അതിൽ ഓരോ പരാജയങ്ങൾക്ക് ശേഷവും ജഗദീഷ് ശ്രീകുമാർ കാണിക്കുന്ന ആ വിനയം, അതിനാണ് ഈറ്റ് ഹംബിൾ പൈ ഉദ്ദേശിക്കുന്നത്. സോ ആ വിനയം അടുത്ത പോരാട്ടത്തിലേക്ക് ഒരു ഇതായിരിക്കും അല്ലെ. അടുത്തൊരു പോരാട്ടത്തിലേക്ക് പോകുമ്പോൾ ഒന്ന് പതുങ്ങിയിരിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷെ വളരെ അൺഫോർച്ചുനേറ്റ്ലി
ആഫ്റ്റർ ഇവന്റ് അതിന് ശേഷം അടുത്ത ഇവന്റിലും അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. സോ ഈറ്റ് ഹംബിൾ പൈ മീൻസ് ടു ബി ഹംബിൾ ആഫ്റ്റർ എ ഡിഫീറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. അടുത്ത് വരുന്നത് ഈ വെച്ചിട്ട് തന്നെ, അതാണ് എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. The meaning of this one is, whatever the situation is or whatever the problem is, there is an advantage. Whatever the situation is or whatever the problem is, there is an advantage. നമ്മൾ പൊതുവെ പറയാറില്ലേ, എന്ത് എല്ലാം നല്ലതിന് എന്ന് പറയാറുണ്ട്. എന്ത് സംഗതി നടന്നു കഴിഞ്ഞാലും, ഒരു അപകടമാവട്ടെ അല്ലെങ്കിൽ ഒരു അൺപ്ലസന്റ് ആയ സിറ്റുവേഷൻ ആവട്ടെ, നമ്മളൊക്കെ പറയും അതിന് അത് നല്ലതിനാണ്, എല്ലാം നല്ലതിനാണ്, അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്നൊരു സംഗതിയുണ്ട്. അപ്പൊ ആ ഒരു പറയുന്ന ഒരു യൂസേജിന് ഇപ്പൊ നമ്മൾ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് പറഞ്ഞതുപോലെ, ഉർവശി ശാപം ഉപകാരമായി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു ഏകദേശം സമാനമായ ഒരു യൂസേജ് ആണ് എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. എല്ലാ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും എല്ലാ വിഷമങ്ങൾക്കും ഒടുവിൽ അതൊരു നന്മയിലേക്കായിരിക്കും എത്തിക്കുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ടൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്നൊരു യൂസേജ് ആണ്. എവറി മാൻ ഹാസ് ഹിസ് പ്രൈസ്. Every man has his price means there is a value for each and every person in this world. So ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രൈസ് ഉദ്ദേശിക്കുന്ന ഒരു കോസ്റ്റ് എന്നല്ല. ഫോർ സം പീപ്പിൾ ലൈക്ക് ഇഫ് യു ആർ ഗെറ്റിംഗ് എ സെലിബ്രിറ്റി, നമ്മളൊരു ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സെലിബ്രിറ്റിയെ കൊണ്ടുവരുന്നു, മമ്മൂട്ടിയോ മോഹൻലാലോ ഷാറുഖ് ഖാനോ ആരെങ്കിലും, അവർക്ക് എന്താ നമ്മൾ പ്രൈസ് കൊടുക്കണം അല്ലെ, ഫോർ ദെയർ ടൈം. പക്ഷെ അതേസമയം നമ്മൾ വേറൊരു ലിറ്റററി ഫിഗർ, ഒരു സാഹിത്യകാരൻ, എം ടി വാസുദേവൻ നായർ അല്ലെങ്കിൽ ONV അവരൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്കും അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് മേ ബി ഫിനാൻഷ്യലിനേക്കാൾ കൂടുതൽ നമ്മൾ ഒരു വാല്യൂ ചെയ്യേണ്ടത് അവരുടെ ആദരവിനാണ്. അവർ നമ്മൾ ആദരിക്കുക അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ അപ്രോച്ച് ചെയ്താൽ അവർ പ്രസന്റ് ആയിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ അല്ലെ, നമുക്ക് ആ ഒരു സെലിബ്രിറ്റി കണ്ണോടെ കാണാൻ പറ്റില്ല. നിങ്ങളൊന്ന് ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ എത്രയാണ് നിങ്ങളുടെ റേറ്റ് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. സോ ദർ ഇസ് എ വാല്യൂ ഫോർ എവറി പേഴ്സൺ. എല്ലാ വ്യക്തികൾക്കും അവരുടേതായ ഒരു മൂല്യമുണ്ട്. സോ എനി പേഴ്സൺ ക്യാൻ ബി ബോട്ട് എന്നുള്ള സംഗതി കൂടെ അവിടെ വരുന്നുണ്ട്. ഏതൊരാളെയും നമുക്ക് ഒരു രീതിയിൽ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയാളുടെ സർവീസ് കിട്ടും എന്നതാണ്. സോ ചില ആളുകൾ സ്നേഹം കൊണ്ടാണ്, ചില ആളുകൾ നമ്മൾ ആദരവ് കൊണ്ടാണ്, ചില ആളുകൾ ഫിനാൻഷ്യലി ആണ്, ചില ആളുകളോട് നമ്മളുടെ ബന്ധം കൊണ്ടാണ്. ഓക്കെ, സോ എവറി മാൻ ഹാസ് ഹിസ് പ്രൈസ് മീൻസ് എവറി പേഴ്സൺ ഹാസ് എ വാല്യൂ. ദാറ്റ്സ് എ മീനിങ്. നെക്സ്റ്റ് നമ്മൾ എഫിലേക്ക് പോകുന്നു. എഫിൽ ധാരാളം ഇഡിയംസ് ഉണ്ട്. ഒന്നാമത്തെ എഫില് എനിക്ക് ഓർമ്മ വരുന്ന ഒരു ഇഡിയമാണ് ഫീഡിങ് ഫ്രെൻസി. ഫീഡിങ് ഫ്രെൻസി ഉദ്ദേശിക്കുന്നത്, സപ്പോസ് ഇഫ് എ പേഴ്സൺ ഈസ് അറ്റാക്ഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അല്ലെ, ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഒരാളെ മർദ്ദിക്കുകയാണ്, അതിന് പറയുന്ന ഇഡിയമാണ് ഫീഡിങ് ഫ്രെൻസി. സോ അറ്റാക്ക് ബൈ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓൺ സമ്മൺ, ഓർ അറ്റാക്ക് ഓഫ് സമ്മൺ ബൈ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതിനാണ് ഫീഡിങ് ഫ്രെൻസി എന്ന് പറയുന്നത്. സോ ഒരു ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യുന്നത്, ഫൈറ്റ് ചെയ്യുന്നതിനാണ്, ഒരാളെ ടാർഗറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്നതിനാണ് ഫീഡിങ് ഫ്രെൻസി. നമ്മൾ തമിഴ് തെലുങ്ക് സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ധാരാളം ഫീഡിങ് ഫ്രെൻസി സീൻസ് കാണാൻ പറ്റും അല്ലെ. വെള്ള സുമോല് തലയും കഴുത്തും എല്ലാം, തലയും കയ്യും എല്ലാം വാളൊക്കെ ഏന്തിയിട്ട് വരുന്ന കുറെ ക്ലീഷേസ് സീനുകൾ, അതിനെല്ലാം നമുക്ക് വേണമെങ്കിൽ ഫീഡിങ് ഫ്രെൻസിയുടെ ഗണത്തിലേക്ക് വരുത്താം. ഓക്കെ, നെക്സ്റ്റ് വൺ എഫിൽ തുടങ്ങുന്ന ഒരു ഇഡിയം നമുക്ക് നോക്കാം. യു ഗോട്ട് എ ഓഫ് ഡേ. ഒരു ഓഫ് ഡേ കിട്ടുന്നു. നിങ്ങളൊരു ട്രിപ്പാണ്, ഒരു എൻജോയബിൾ ട്രിപ്പാണ്, നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരു ദിവസമാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഫീൽഡ് ഡേ. സോ ഫീൽഡ് ഡേ ഇസ് നത്തിങ് എ ഡേ, എൻ എൻജോയബിൾ ഡേ. ദാറ്റ്സ് ദ മീനിങ് ഓഫ് ദാറ്റ് ഫീൽഡ് ഡേ. നമ്മൾ ഹോളിഡേ എന്ന് പറഞ്ഞാൽ പൊതുവെ നമുക്ക് അന്ന് കുറച്ച് കൂടുതൽ കിടന്നുറങ്ങണം, വൈകി എണീക്കണം അല്ലെ, ഒരുപാട് സമയം വീട്ടിലിരിക്കണം. സോ ദാറ്റ്സ് അതർ കേസിൽ ഹോളിഡേ ആണ്. പക്ഷെ ഫീൽഡ് ഡേ മീൻസ് സപ്പോസ് യു ആർ ഗോയിങ് ഫോർ ഒരു ട്രിപ്പ് പോകുന്നു, ഫോർ ഔട്ടിങ്, സംതിങ് ലൈക്ക് ദാറ്റ്, ഓർ പിക്നിക്. സോ അത് ഒരു എൻജോയബിൾ ഡേ ആണ്. അതിന് നമുക്ക് ഹോളിഡേനേക്കാളും നമുക്ക് പറയുന്നത് ഫീൽഡ് ഡേ എന്നാണ് പറയുന്നത്. സോ ഞാൻ ആദ്യം ചോദിച്ചൊരു ചോദ്യം അല്ലെ, കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുക, അതിന്റെ ഇംഗ്ലീഷ് ഇഡിയമാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. സോ യു നോ അതിന്റെ മീനിങ്, കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുന്നത് അല്ലെ, ഒരു ഡിഫിക്കൽട്ട് ടൈമിൽ നമ്മുടെ ഒരു ബിസിനസ് മൈൻഡ് ആക്കുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. നമ്മുടെ ഒരു സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കുക എന്നുള്ളതാണ് അല്ലെ. സോ ഇവിടെ അതേ മീനിങ് തന്നെ വരുന്നത് ഫിഷ് ഇൻ ട്രബിൾ വാട്ടർ. ഫിഷ് ഉദ്ദേശിക്കുന്നത് മീൻ ഉദ്ദേശിക്കുന്നത് ഫിഷ് ടു ക്യാച്ച് ഫിഷ് ഇൻ ട്രബിൾ വാട്ടർ. സോ ആ ഒരു ഫിഷിംഗ് എന്നുള്ള പ്രോസസ്സ് നമുക്ക് അറിയാലോ. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ മീൻ പിടിക്കുന്നതിനാണ്. സോ ടു ഫിഷ് ഇൻ ട്രബിൾ വാട്ടർ, കലങ്ങിയ വെള്ളം അല്ലെങ്കിൽ ട്രബിൾ അല്ലെ, കുഴഞ്ഞു പറഞ്ഞു കിടക്കുന്ന വെള്ളത്തിൽ എന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നത്. സോ നമുക്ക് ഉപയോഗിക്കാം ഇറ്റ്സ് സംതിങ് ലൈക്ക് എ ഫിഷ് ഇൻ ട്രബിൾ വാട്ടർ.
നെക്സ്റ്റ് ഇഡിയമാണ് ഫൈൻഡ് യുവർ ഫീറ്റ്. ഫോർ ഫൈൻഡിങ് യുവർ ഫീറ്റ്. അല്ലേ, നമ്മൾ സ്വന്തം കാല് അന്വേഷിക്കുക എന്നുള്ളൊരു മീനിങ് വരുന്നു. പക്ഷെ അവിടെ ഉദ്ദേശിക്കുന്നത് കാലല്ലെങ്കിലും ഇറ്റ്സ് സംതിങ് മീൻ ലൈക്ക് ഫൈൻഡിങ് യുവർ കംഫർട്ടബിൾ സോൺ ഓർ കംഫർട്ടബിൾ വർക്ക് പ്ലേസ് എന്നാണ് എൻ്റെ അർത്ഥം. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലി നമ്മൾ കണ്ടെത്തണം. അല്ലെ, സംടൈംസ് വി മെ നോട്ട് ബി ഡൂയിങ് എ വർക്ക് വിച്ച് വി ആർ ലൈക്ക് ടു ഡു ഓർ വി ലൈക്ക് ടു ഡു ഓർ വി ആർ എൻജോയിങ് ഇറ്റ്. ചില സമയത്ത് നമുക്ക് കിട്ടുന്ന ജോലി നമ്മൾ ഹാപ്പി ആവണമെന്നില്ല, നമുക്കതിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെ, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ MS ധോണി അദ്ദേഹത്തിന്റെ കരിയറിൽ ആദ്യം അദ്ദേഹം കിട്ടിയ ജോലി എന്ന് പറയുന്നത് ഒരു അറിയായിരിക്കും, ആ സിനിമ കണ്ട ആളുകൾക്ക് അറിയായിരിക്കും, ഒരു ടിക്കറ്റ് കളക്ടറുടെ ജോലിയായിരുന്നു. ടിക്കറ്റ് കളക്ടർ റെയിൽവേ സ്റ്റേഷനിൽ. അത് അദ്ദേഹത്തിന് ഗവൺമെന്റ് ജോബ് ആയിട്ട് കിട്ടിയതാണ്. പക്ഷെ അദ്ദേഹത്തിന് അധികകാലം അതിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം ബിക്കോസ് ഹിസ് പാഷൻ വാസ് ടു ജോയിൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. സോ അങ്ങനെ അത് റിസൈൻ ചെയ്യുന്നു. അദ്ദേഹം വീണ്ടും നെറ്റ് പ്രാക്ടീസിന് പോകുന്നു. അങ്ങനെ ക്ലബിന് വേണ്ടി കളിക്കുന്നു. അങ്ങനെ ടെസ്റ്റ് ടീമിലേക്ക് സെലക്ടഡ് ആവുന്നു. പിന്നെ ODI, പിന്നെ ക്യാപ്റ്റൻസി, പിന്നെ വേൾഡ് കപ്പ്. സോ ആ രീതിയിലേക്ക് ആള് ചിന്തിച്ചത് ബിക്കോസ് ഹി വാസ് നോട്ട് ഹാപ്പി വിത്ത് ഹിസ് ജോബ്. സോ ഹിസ് ഫീറ്റ് വാസ് ഓൺ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. അപ്പോൾ നമ്മുടെ ഫീറ്റ് നമ്മൾ കണ്ടെത്തണം. വി ഹാവ് ടു ഫൈൻഡ് അവർ ഫീറ്റ്. അല്ലെ, നമുക്ക് എവിടെയാണോ ഷൈൻ ചെയ്യാൻ പറ്റുന്നത് മേഖല, അതായിരിക്കും നമ്മളുടെ വർക്ക് പ്ലേസ്. കാരണം അവിടെ നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റുള്ളൂ, ശോഭിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അവിടെ മേ ബി ഫിനാൻഷ്യൽ സംഗതി അല്ല അതിന്റെ ക്രൈറ്റീരിയ. നമ്മളുടെ ഒരു നമുക്ക് എന്താ പറയുക, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, നമ്മളുടെ ഒരു ഔട്ട്കം, നമ്മളുടെ ഒരു പ്രോഗ്രസ് ആണ് ഇമ്പോർട്ടൻസ്. സോ ഫൈൻഡിങ് യുവർ ഫീറ്റ് മീൻസ് ഫൈൻഡിങ് എ കംഫർട്ടബിൾ സോൺ ഫോർ യു. ദാറ്റ്സ് ദ മീനിങ്. പിന്നെ അടുത്തത് പറയുന്നത് വളരെ ഒരു ഈസി. ഞാനൊന്ന് ജസ്റ്റ് ഒരു ആംഗ്യം കാണിക്കാം. അങ്ങനെ അല്ലേ, സംതിങ് ഐ ഹാഡ്. ഞാനിപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചു, അതിനുശേഷം ഞാൻ കാണിച്ചത് എന്താണ്, അല്ലെ, എല്ലാ ഫിംഗേഴ്സും ഞാൻ ലിക്ക് ചെയ്യുന്നു. ഉദ്ദേശം എനിക്ക് ആ ഡിന്നർ വളരെ നന്നായി, അല്ലെങ്കിൽ ആ ഫീസ്റ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് ഡെലീഷ്യസ്. സോ സെയിം മീനിങ് ആണ്. ഫിംഗർ ലിക്കിംഗ് ഗുഡ് എന്നാണ് ഈ ഇഡിയത്തിന്റെ പേര്. ഫിംഗർ ലിക്കിംഗ് ഗുഡ് മീൻസ് എ ഡെലീഷ്യസ് ഫുഡ്, ടേസ്റ്റി ഫുഡ്. സോ അതിന് പറയുന്നതാണ് ഇറ്റ്സ് സംതിങ് ലൈക്ക് ഫിംഗർ ലിക്കിംഗ് ഗുഡ് മീൻസ് ഇറ്റ് വാസ് ഡെലീഷ്യസ്. സോ എഫ് തുടങ്ങുന്ന വേറൊരു ഇഡിയം കൂടിയാണിത്, ഫിംഗർ ലിക്കിംഗ് ഗുഡ്. നെക്സ്റ്റ് ഒരു ഇഡിയമാണ് ഫിക്സഡ് ഇൻ യുവർ വേസ്. Fixed in your ways means not ready to change. That's the meaning. Not ready to change in the habit or in the routine. ചില ആളുകൾക്ക് റുട്ടീനസ് ആണ്, അവർ ടൈം ടേബിൾ പോലെ ആയിരിക്കും ജീവിക്കുന്നത്. ദേ മേ ഹാവ് എ ടൈം ടേബിൾ ഇൻ ദെയർ ലൈഫ്. ജോലിയുടെ കാര്യമാണെങ്കിലും ടൈം ടേബിൾ ഉണ്ടാവും. എപ്പോൾ എണീക്കും, എപ്പോൾ കിടക്കും, എപ്പോൾ കഴിക്കും, എപ്പോൾ പോകും, എപ്പോൾ ചെയ്യുക, എപ്പോൾ വരും, തിരിച്ചു വരും, എല്ലാം ഒരു ടൈം ടേബിൾ പോലെയാണ് പോവുക. സപ്പോസ് ദർ ഇസ് എ സഡൻ ചേഞ്ച് ഇൻ ദെയർ ഷിഫ്റ്റ്, ഒരു സഡൻ ചേഞ്ച് നമ്മൾ വരുത്തുകയാണെങ്കിൽ ദേ വിൽ ഫീൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഓക്കെ, ബിക്കോസ് ദേ ആർ ഫിക്സഡ് ഇൻ ദെയർ വേസ്. ആ വേസ് മാറാൻ സമ്മതിക്കില്ല, മാറാൻ അവർ സമ്മതിക്കില്ല, അവരത് അഡ്ജസ്റ്റ് ചെയ്യില്ല. ഓക്കെ, സോ അങ്ങനത്തെ ആളുകൾക്കാണ് പെട്ടെന്ന് ഒരു നൈറ്റ് ഷിഫ്റ്റ് വരുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ റൊട്ടീന് മീൻസ് അവരുടെ ലൈഫ് തന്നെ മൊത്തത്തിലൊരു പ്രോബ്ലമായി മാറും. സോ ദേ കനോട്ട് ഫിക്സ് ഇറ്റ്. സോ ദേ ആർ ഓൾവേസ് ഫിക്സഡ് ഇൻ their ways or fixed in your ways means they are having a timetable, ഒരു റുട്ടീനസ് ആയിട്ട് പോകുന്ന ആൾക്കാരാണ്. they are fixed in their own ways, they are not ready to change. ഓക്കെ, അടുത്തൊരു ഇഡിയമാണ് ഫ്ലാഷ് ഇൻ എ പാൻ. ഫ്ലാഷ് ഇൻ എ പാൻ എന്ന് പറയുന്നത് ഒരു സമാനമായൊരു എക്സാമ്പിൾ പറയാം. ഇതേ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. the meaning is disappointment in an action, sudden disappointment in an action. അത് നമ്മൾ പ്രവൃത്തി തുടങ്ങുന്നു, ഒരു കാര്യം ചെയ്യുന്നു. സപ്പോസ് യു സ്റ്റാർട്ട് എ ബിസിനസ് നിങ്ങൾ തുടങ്ങുന്നു. ഇപ്പോൾ ധാരാളം ബിസിനസ് നമുക്ക് ഇപ്പോൾ ഫ്ലാഷ് ഇൻ എ പാൻ പറയാൻ പറ്റിയൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപാട് ബിസിനസ്സുകൾ തുടങ്ങിയവരും അല്ലെങ്കിൽ ഉദ്ഘാടനം കഴിഞ്ഞ ആളുകളുണ്ട്, ഒരുപാട് പുതിയ ഷോപ്സ് എല്ലാം. പക്ഷെ ഇപ്പോൾ ഇത് സംഭവിച്ചു, ലോക്ക്ഡൗൺ കാരണം അതെല്ലാം ക്ലോസ് ചെയ്യുന്നു. സോ ഫോർ ദം ഇറ്റ് ഈസ് ഫ്ലാഷ് ഇൻ എ പാൻ. അതായത് പെട്ടെന്ന് അൺപ്രതീക്ഷിക്കബിളായിട്ട് കിട്ടിയ ഒരു മഹാമാരി കാരണം അവർക്ക് അവരുടെ ആക്ഷനിൽ ഡിസപ്പോയിൻമെന്റ്, നിരാശ വന്ന് ചേർന്നിരിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ്, ഫ്ലാഷ് ഇൻ എ പാൻ. ഇത് നമുക്ക് പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്. ഫ്ലഷ് ആൻഡ് ബ്ലഡ് മീൻസ് ബ്ലഡ് റിലേഷൻഷിപ്സ്. യുവർ റിലേറ്റീവ്സ്, യുവർ കിത്ത് ആൻഡ് കിൻ എന്നൊക്കെ പറയില്ലേ, കിത്ത് ആൻഡ് കിൻ, റിലേറ്റീവ്സ്, ബ്രദർ, സിസ്റ്റർ, എവരിബഡി. സോ അതിന് പറഞ്ഞ വേറൊരു വേർഡാണ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. സോ ദീസ് ആർ മൈ ഫ്ലഷ് ആൻഡ് ബ്ലഡ് മീൻസ്
ഇതിൻ്റെ റിലേഷൻഷിപ്പാണ്. അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. ഫോം ഇൻ ദ മൗത്ത് മീൻസ് അൺകൺട്രോളബിളി ആംഗ്രി എന്നാണ് എൻ്റെ അർത്ഥം. അൺകൺട്രോളബിളി ആംഗ്രി. യു കനോട്ട് കൺട്രോൾ യുവർ ആംഗർ. സച്ച് എ സിറ്റുവേഷൻ ഈസ് ഫോം ഇൻ ദ മൗത്ത്. ഓക്കെ, സോ ആ ഒരു ഇഡിയം അതിൻ്റെ അർത്ഥമാണ് ഫോം ഇൻ ദ മൗത്ത്. അടുത്തൊരു ഇഡിയമാണ് ഫിഫ്ത്ത് വീൽ. ഫിഫ്ത്ത് വീൽ മീൻസ് സംതിങ് അൺനെസസറി. സംതിങ് അൺനെസസറി. എൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഫിഫ്ത്ത് വീൽ നമുക്കിങ്ങനെ അറിയാം, ഒരു വാഹനത്തിന് എത്ര വീല് വേണം? വണ്ടി ഓടാൻ വേണ്ടി 4 വീല് മതി അല്ലേ? ഫിഫ്ത്ത് വീൽ എന്ന് പറയുന്നത് സ്റ്റെപ്പിനെയാണ്. അതായത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന, എപ്പോഴെങ്കിലും ഒരു ആവശ്യപ്പെടുന്ന ഒരു സിറ്റുവേഷന് വേണ്ടി മാത്രമാണ് അല്ലെ, അതിനാണ് സ്റ്റെപ്പിനി പറയുന്നത്. പക്ഷെ ആ വീല് സത്യത്തിൽ ആ വണ്ടി ഓടുന്നതിന് ആവശ്യമായ ഒരു സംഗതി അല്ല. സോ അതുപോലെ ചില സന്ദർഭങ്ങൾ നമുക്കും ഫിഫ്ത്ത് വീൽസ് ഉണ്ടാവും. സപ്പോസ് വി ആർ ഗോയിങ് ഫോർ ഒരു എന്താ പറയുക, ഒരു ട്രിപ്പ് പോകുന്നു അല്ലെ, നമുക്കതിൽ ആവശ്യമില്ലാത്ത ആളുകളും കൂടി കൂടിച്ചേരുമ്പോൾ മിഥുനത്തിലൊക്കെ പോയതുപോലെ ഒരു ട്രിപ്പാണെങ്കിൽ നമുക്ക് അവരെല്ലാം ഫിഫ്ത്ത് വീലായിട്ട് തോന്നും. ദേ ആർ അൺനെസസറി അല്ലെ. ഒരു ഹണിമൂൺ ട്രിപ്പിന് ഫാമിലി എല്ലാവരും പോകുന്നത് ആദ്യമായിട്ടാണ്. സോ ഇറ്റ്സ് എ ഫിഫ്ത്ത് വീൽ എക്സാമ്പിൾ. അല്ലെങ്കിൽ നമുക്ക് പറയാം, എന്താ പറയുക, സപ്പോസ് യു ഇൻ എ സണ്ണി ഡേ, വളരെ ഒരു നല്ല സണ്ണി ഡേ ആണ്, നിങ്ങളൊരു ട്രിപ്പ് പോകും, നിങ്ങളൊരു ബൈക്കിൽ യാത്ര പോകണം. അപ്പോൾ യുവർ മദർ കംസ് ആൻഡ് ഗീവ്സ് യു റെയിൻ കോട്ട് അല്ലെ. വളരെ സണ്ണിയാണ്, സമ്മർ വെക്കേഷൻ ആണ്. സോ ദാറ്റ് ടൈം യു നീഡ് നോട്ട് വാണ്ട് ടു ക്യാരി എ സണ്ണി, ഒരു എന്താ പറയുക, ഒരു റെയിൻ കോട്ട് വേണ്ട. പക്ഷെ ദാറ്റ്സ് എ ഫിഫ്ത്ത് വീൽ എക്സാക്ട്ലി. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഫിഫ്ത്ത് വീല് നിങ്ങൾ അത് ഏറ്റെടുക്കുക ചെയ്യും, നിങ്ങൾ കയ്യിൽ വെക്കും അല്ലെ. കാരണം പിന്നീട് മഴ പെയ്താൽ നമുക്ക് ഒരിക്കലും അവരോട് കംപ്ലൈന്റ് പറയാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് എ ഫിഫ്ത്ത് വീൽ ഇൻ ദാറ്റ് കേസ്. സോ ഫിഫ്ത്ത് വീൽ മീൻസ് unnecessary, something which is unnecessary. Another idiom is feel it in one's bones. അതിന്റെ അർത്ഥം, the meaning is intuition or gut feeling, അല്ലെങ്കിൽ feeling something going to happen before it happens. Feeling something is going to happen before it happens. ഒരു സംഗതി നടക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അത് തോന്നുക, അതിനാണ് ഫീൽ ഇറ്റ് ഇൻ വൺസ് ബോൺസ്. നമ്മൾ അസ്ഥിയിൽ തോന്നിക്കുക അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ തോന്നിക്കുക എന്നുള്ള അർത്ഥമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഈ ഒരു സംഗതി എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉള്ളൊരു സിദ്ധിയാണ്. പക്ഷെ നമ്മളത് എപ്പോഴും നോട്ടീസ് ചെയ്യാറില്ല. ചില സമയത്ത് നമുക്ക് തോന്നും ഇതെങ്ങനെ സംഭവിക്കും, അതേ സമയം അത് പെട്ടെന്ന് സംഭവിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അത്ഭുതം തോന്നും, ഞാനിത് അല്ലെ പ്രവചിച്ചതാണല്ലോ എന്നുള്ളത്. സോ ദാറ്റ്സ് സിക്സ്ത് സെൻസ് എന്നൊക്കെ പറയുന്ന ഒരു ഉദാഹരണമാണ്. സോ ഫീലിംഗ് ഇറ്റ് ഇൻ വൺസ് ബോൺസ്, ഇൻറ്റ്യൂഷൻ്റെ ഒരു വേറൊരു ഇഡിയം യൂസ് ചെയ്താണ്. അടുത്തതാണ്, നമുക്കറിയാം, നമ്മുടെ ചുറ്റിനും കാണുന്ന ഒരു എക്സാമ്പിളാണ് ഫ്രം റാഗ്സ് ടു റിച്ചസ്. ഫ്രം റാഗ്സ് ടു റിച്ചസ് മീൻസ് ദാറ്റ് ഈസ് എ ഡ്രാസ്റ്റിക് ചേഞ്ച് ഫ്രം പോവർട്ടി ടു റിച്ച്നെസ്. എ ഡ്രാസ്റ്റിക് ചേഞ്ച് ഫ്രം പോവർട്ടി ടു ഓർ സഡൻ ചേഞ്ച് ഫ്രം പോവർട്ടി ടു റിച്ച്നെസ്. അതായത് പെട്ടെന്ന് പാവത്താനായ അല്ലെങ്കിൽ പട്ടിണി പാവമായ ഒരാൾ പെട്ടെന്ന് ധനികനായി മാറുന്ന ഒരവസ്ഥയാണ് ഫ്രം റാഗ്സ് ടു റിച്ചസ്. നമുക്ക് തന്നെ ധാരാളം എക്സാമ്പിൾസ് നമ്മുടെ റിയൽ ലൈഫിൽ കാണാൻ കഴിയും, അതിലേക്കൊന്നും പോകുന്നില്ല. സോ ഫ്രം റാഗ്സ് ടു റിച്ചസ്. ഓക്കെ, റാഗ് നിങ്ങൾക്ക് കയറി പറഞ്ഞാന്നുള്ളൊരു അർത്ഥമാണ്. റാഗ് ടു റിച്ചസ്, യു നോ ദാറ്റ് മീനിങ്. ഓക്കെ, ഫ്രം റാഗ്സ് ടു റിച്ചസ്. ലെറ്റർ ഡിയിൽ വരുന്ന മറ്റൊരു ഇഡിയമാണ് ഡച്ച് കറേജ്. Dutch courage means courage you get from intoxication of alcohol. Courage you get from intoxication of alcohol. ആൽക്കഹോൾ കൺസ്യൂം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ധൈര്യം. നമുക്ക് സാധാരണ കാണാറുണ്ട് ചില ആളുകളൊക്കെ, അവർക്ക് എന്തെങ്കിലും ഒരാളോട് പറയണം അല്ലെങ്കിൽ അവരോട് തർക്കിക്കണം, അതിപ്പോൾ അതിനു വേണ്ടി 2 എണ്ണം അകത്ത് കഴിക്കും. അപ്പോൾ അതൊരു ധൈര്യമായി. അപ്പോൾ ആ ധൈര്യത്തിന് പറയുന്ന ഒരു കള്ളു കുടിച്ച് കിട്ടുന്ന ധൈര്യത്തിന് പറയുന്ന ഒരു പേരാണ് ഡച്ച് കറേജ്. അപ്പോൾ കറേജ് യു ഗെയിൻ ഫ്രം ഇൻടോക്സിക്കേഷൻ വിത്ത് ആൽക്കഹോൾ. ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞാൽ മതോന്മത്തനായി മാറുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ആ ധൈര്യത്തിനെ പറയുന്നതാണ് ഡച്ച് കറേജ്. അപ്പോൾ നമ്മളിവിടെ 20 ഇഡിയംസ് ആണ് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നത്. സോ ഈ 20 ഇഡിയംസും നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിക്കുക, നോട്ട്സ് ഉണ്ടാക്കുക, അതിൻ്റെ എക്സാമ്പിൾസ് കണ്ടെത്തുക, അതിൻ്റെ ഒരു സെൻറ്റൻസിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളിപ്പോൾ ഒരു ഈറ്റ് ഹംബിൾ പൈ ഒരു എക്സാമ്പിളൊക്കെ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ എന്താ പറയുക, ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ഒക്കെ നമ്മൾ പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു. സോ അതൊരു സെൻറ്റൻസിലേക്ക് മാറ്റുമ്പോൾ ഇറ്റ് വാസ് സംതിങ് ലൈക്ക് ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് when I was not selected into the team, അല്ലെങ്കിൽ when I lost my job എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഐഡിയംസ് നമ്മൾ കറക്റ്റ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മൈ നൈബർ ഇസ് എ ഡാർക്ക് ഹോഴ്സ്. മൈ നൈബർ ഇസ് എ ഡാർക്ക് ഹോഴ്സ്. ഡാർക്ക് ഹോഴ്സ് ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ
എ പേഴ്സൺ വിച്ച് ഈസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്, to get an idea of a person, a reserved person. സോ അത്തരത്തിൽ ആ ഇഡിയംസ് നമ്മളുടെ ലൈഫിൻ്റെ ഭാഗമാകുമ്പോഴാണ് നമുക്ക് ആ ഇഡിയം ഓർത്തെടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ കിക്കെടുത്ത ബക്കറ്റ് എല്ലാം കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്കതൊരു മറവിയിലേക്ക് പോകും. എനിവേസ് ഈ ഒരു എപ്പിസോഡ് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. എനിവേസ് യു മേക്ക് യൂസ് ഓഫ് ദീസ് ഇഡിയംസ് ആൻഡ് ഓൾസോ സ്റ്റാർട്ട് പ്രാക്ടീസിങ് ഓർ സ്റ്റാർട്ട് ടോക്കിംഗ് ബട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. ഫൈനലി വി വിൽ മാനേജ് ദ സെയിം പേസ്. അങ്ങനെ കുറേ ആളുകൾ പറഞ്ഞിരുന്നു ലാംഗ്വേജ് ക്ലാസ് ആകുമ്പോൾ കുറച്ച് ലാംഗ്വേജും കൂടി നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ദാറ്റ് ഇസ് വൈ ദിസ് ക്ലാസ് ഹാസ് ബീൻ ഷിഫ്റ്റഡ് ഇൻ ടു ലാംഗ്വേജ് ഓൾസോ. അപ്പോൾ രണ്ടും നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യും. സോ എനിവേസ് എല്ലാവരും എൻ്റെ ഒരു നന്നായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.